ഹായ് ഹലോ. അയല മുളകിട്ടത് ഇഷ്ടമില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പൊതുവേ ഈ മുളകിട്ട മീൻകറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അയല വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുളകിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ നല്ല അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്, പിന്നെ ഇത് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടി അരച്ചത്, പിന്നെ കുറച്ച് വേപ്പില, ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത്. കുടംപുളിക്ക് പകരം ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ചട്ടി ചൂടാവാൻ വയ്ക്കുക. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഈ മുളകിട്ടത് വറ്റിക്കും, അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വാളംപുളിയുടെ വെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് മുളക് ചാറ്. അതിനുശേഷം അത് തിളച്ച ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് മുങ്ങണ വിധത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടത് അടച്ച് വെച്ച് വേവിക്കണം. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ മീൻകറി ഒരുവിധം വേവായിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വേവായി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഒരു ഇതും കൂടി ചെയ്യാം. അതായത് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വേപ്പിലകളും ഇതിന് മീതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മളുടെ സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അന്ന് തന്നെ കഴിക്കുന്നതിലും നല്ലത് പിറ്റേ ദിവസം കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കറി എടുത്തതാണത്. ഇത് നല്ല ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ പൊറോട്ട ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അയല മുളകിട്ടത്. താങ്ക് യു.